ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഇതൊരു ഓസി യാത്രയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തലേദിവസം ഉണ്ട് അനിയത്തി വിളിച്ചിട്ട് പറയണു പിന്നെ നാളെ ഇങ്ങനെ കോഴിക്കോട് കരിപ്പൂർ ഇറങ്ങും കെട്ടിയോനെ വണ്ടി ഉണ്ടാവും അവിടെ. വണ്ടി ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ വാടകയും കൊടുക്കണം എണ്ണ അടിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ടെന്നാൽ നമുക്ക് പോയിക്കൂടാ, ഏതായാലും ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, എണ്ണ അടിക്കുകയും ചെയ്യാം, വാടകയുടെ പൈസ കൊണ്ട് നമുക്ക് ഫുഡും അടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവളോട് ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോണത് ശരിക്കും പറഞ്ഞാൽ വയനാടാണ് ഇപ്പോൾ പോണത്. കാരണം ബുഷിൻ്റെ കൂട്ടുകാരൻ എപ്പോഴും വിളിക്കും, റിസോർട്ടും ഹോട്ടലൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞു ഇങ്ങോട്ട് വരുന്നില്ല എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകാമെന്നാണ് എഴുതിയത്. ഇപ്പോൾ റീനു മനു ഇല്ല, റീനു വിരുന്നും പോയി, മനു എറണാകുളത്തുമാണ്. പിന്നെ ഞാനും കുഞ്ഞാറ്റിയും ബേബിയും അനിയത്തിയുള്ള 3 കുട്ടികളും കെട്ടിയവനും കൂടെ പോണത്, ബുഷും കൂടെ. അങ്ങനെ ഞാനാ കുറച്ചൊക്കെ വണ്ടി ഓടിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഇവരൊക്കെ നല്ല ഹാപ്പിയിലാണ്. പിന്നെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിട്ടോ, നെല്ലിക്ക ചാമ്പക്ക അതൊക്കെ വാങ്ങി യാത്ര തുടർന്നു. രാത്രിക്കാണല്ലേ ഇവളുടെ കെട്ടിയവൻ എത്തുന്നത്, അപ്പോൾ എത്തിയാൽ മതിയല്ലോ കോഴിക്കോട്. അപ്പോൾ വയനാടൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ വയനാട് വിടുകയാണ്. കൂട്ടുകാരൻ്റെ റിസോർട്ടും കാണാൻ കൂട്ടത്തിൽ. ഇത് ശരിക്കും പറഞ്ഞൊരു ഓസി യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ചിലവില്ല, ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചിലവ്. അങ്ങനെ ഇവിടെ ഈ റൈഡിലൊക്കെ കയറാറ് കുട്ടികൾ. ഇതൊക്കെ ചീപ്പ് റേറ്റുള്ളൂ കേട്ടോ, വലിയ റേറ്റ് ഒന്നുമില്ല. സൈക്കിൾ ആകാശ സൈക്കിൾ അത്രേ. സൈക്കിൾ റൈഡിങ്. ഈ ബേബി കുഞ്ഞാരൻ എൻ്റെ കയ്യിൽ തന്നിട്ട് സോനുട്ടിയും ബേബിയും മീനും കൂടെ ഈ ഈ ആകാശ സൈക്കിൾ യാത്രയ്ക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സൈക്കിൾ റൈഡിങ് കാണുമ്പോഴൊക്കെ പേടിയുണ്ട്, പക്ഷേ നല്ല കെയറിങ് ഉണ്ട് അല്ലേ. പിന്നെ ഈ പ്രകൃതി ഭംഗി മാഷാ അല്ലാ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്ര നല്ല തണുത്ത കാറ്റ്, നല്ല വെയിലാണെങ്കിലും ശരി തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുകയാണ്. അവരതിൽ കയറിയപ്പോഴേ ഞങ്ങൾ ഈ റോപ്പ് വേ കയറാൻ വേണ്ടിയിട്ട് ഞാനും ഷിനും കുഞ്ഞാറ്റും കൂടെ ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങളുടെ റോപ്പ് എത്തി. കുഞ്ഞാറ്റിനെയൊക്കെ നല്ല സേഫായിട്ടൊക്കെ കെട്ടിമുറുക്കി വെച്ച് ഞങ്ങൾ യാത്ര തുടരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോ വരെ എടുക്കുമ്പോഴേ എന്തോ ഒരു സന്തോഷം എനിക്കെന്നറിയോ. അടിയിലത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ടോ. ഇതിൻ്റെ ഇടയിൽ ഈ റോപ്പൊന്ന് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പേടിച്ചിട്ടോ, ഇതെങ്ങാനും സ്റ്റെക്കായോ പടച്ചോനെ വിചാരിച്ചു. പക്ഷേ ഇല്ല, നല്ല നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും. വെയിലുണ്ടെന്ന് തന്നെ അറിയണില്ല, പക്ഷേ നല്ല വെയിലാണെടോ, പക്ഷേ വെയിലുണ്ടെന്ന് അറിയണില്ല. അതും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു ഫോട്ടോ ഒക്കെ എടുത്ത് ഈ റോപ്പ് വേൻ്റെ ഈ യാത്രയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം എല്ലായിടത്തും നോക്കിയാലും ചായത്തോട്ടങ്ങളാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ പോയി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ. അപ്പോൾ പോകുമ്പോൾ അവരുടെ ജീപ്പിലാണ് പോണത്, കാരണം ഭയങ്കര മണ്ണിട്ട റോഡാണ്, പൊടി ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ജീപ്പ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തില്ല, അവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ജീപ്പിൽ പോയി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രകൃതി ഭംഗി എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന്, അത്ര നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ നല്ല പൊടിക്കാറ്റ് ഇങ്ങനെ അടിച്ചിരുന്നു. കുഞ്ഞാറ്റക്കാണെങ്കിൽ ഞങ്ങൾ ടർക്കി എടുത്തിരുന്നില്ല. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടുന്ന് ഓരോരുത്തരും ഇങ്ങനെ കണ്ട് മടങ്ങുന്നുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്, പക്ഷേ ഈ കാറ്റടിച്ചുകൊണ്ട് ആ വെയിലാണെന്ന് അറിയാനും കഴിയുന്നില്ല. ഒരു ഉണ്ടേനും. എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങളിത് അങ്ങനെ കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ ഇവിടെ നിന്നിട്ട്, ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുണ്ട്. കാരണം എവിടെ നോക്കിയാലും ചായത്തോട്ടങ്ങളാണ് കാണുന്നത്. നല്ല ഭംഗിയിട്ടോ കാണാൻ, എത്ര പറഞ്ഞിട്ടെങ്കിലും മതിയാവണില്ലടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്താണ് പേടിച്ചിട്ടാണ് ഷിജിമോള് പേടിച്ച് നിൽക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജിമേ. ഞങ്ങൾ കൂട്ടത്തിൽ കേട്ടോ, ഞങ്ങളും ഒന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ നല്ല ഭംഗി ഇവിടെ കാണാൻ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വീഡിയോസ് എടുക്കുമ്പോൾ അതിനേക്കാളും ഭംഗി കണ്ടില്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് കൂട്ടുകാരൻ്റെ റിസോർട്ടിലെത്തി. കൂട്ടുകാരൻ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, കുഞ്ഞാറ്റ അതിലേറെ സന്തോഷം. കുഞ്ഞാറ്റൊക്കെ കയ്യും കാലൊക്കെ നിവർത്തി ഒന്ന് കിടക്കാൻ കിട്ടിയല്ലോ, ആഹാ എന്താ സന്തോഷം. എൻ്റെ ബുഷാണെങ്കിൽ നീണ്ട് നിവർന്ന് കിടക്കണു ടയേർഡായി എന്നും പറഞ്ഞിട്ട്. ബേബി ഇപ്പുറത്ത് ഫോണിൽ ചാറ്റ് ചെയ്തിരിക്കണുണ്ട്. കുഞ്ഞാറ്റ എൻ്റെ കണ്ട പിന്നെ ബേബി കുഞ്ഞാറ്റനെ നോക്കില്ല, പിന്നെ ബേബി ഫുള്ള് ഫോണിലായിരിക്കും. ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഈ റിസോർട്ട് എങ്ങനെ ഉണ്ടെന്ന്. പണി ശരിക്കും തീർന്നിട്ടൊന്നുമില്ല, മുറ്റത്തൊക്കെ ഇനിയും കട്ട പതിപ്പിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാഷാ അല്ലാ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ മുകളിലാണ്, ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ റൂമൊക്കെ തന്നെ. 2 റൂം വന്നു, ഒന്നിൽ ഇവളും പിള്ളേരും, ഒന്നിൽ എൻ്റെ ഉഷും ബേബിയും കുഞ്ഞാറ്റും ഞാനും. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുട്ടികളെല്ലാവരും കുറച്ച് ഊഞ്ഞാലിലൊക്കെ ആടി. വീണ്ടും റിസോർട്ട് പുറത്തുനിന്നൊക്കെ ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്തു. പിന്നെ അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. അവന് അവിടെ നിൽക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം പറഞ്ഞു അവന്. പിന്നെ ഒരു ദിവസം വരാറ്, കാരണം അനിയത്തിയുടെ കെട്ടിയവൻ കരിപ്പൂർ ഇറങ്ങുമ്പോഴേക്കിനും അവിടെ എത്തണ്ടേ.
കണ്ടതില്ല നിന്നെയല്ല ഇതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമേ പ്രപഞ്ചത്തിൽ. അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നു ഒച്ചയൊക്കെ അടഞ്ഞിക്കണു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കുഞ്ഞാറ്റ കുറുമ്പ് കാട്ടിയതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.